വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി പാലാവേൽ കോൺഫറൻസിന്റെ 50-ാം വാർഷികവും ആദ്യകാല പ്രവർത്തകരെ ആദരിക്കലും പാലാവേൽ സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രോഗ്രാം കൺവീനർ പി കെ ജോസഫ് സ്വാഗതം പറഞ്ഞു. മാത്യു അരീക്കാട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലാവേൽ സെന്റ് ജോൺസ് കോൺഗ്രസ് പ്രസിഡന്റ് പൗലോസ് അന്ത്യാംകുളം അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറിറ്റ്സ് മാർ ജോർജ് ഞെർലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. തോമാപുരം ഫൊറോന സെന്റ് തോമസ് വികാരി റവറ ഫാദർ മാണി മേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെന്റ് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് സണ്ണി നെടിയകാലായിൽ മുഖ്യപ്രഭാഷണം നടത്തി. പാലാവേൽ സെന്റ് ജോൺസ് ദേവാലയ വികാരി റവറ ഫാദർ ജോൺ മാണിക്കത്താഴെ, ഫാദർ മാത്യു വളവനാൽ, ഫാദർ പ്രവീൺ കായംകാട്ടിൽ, ബിനോയി പുതുമംഗലം, ശ്രീ ടോമിച്ചൻ, സിസ്റ്റർ ലീന, സിസ്റ്റർ ബിന്ദു പുത്തേട്ടുപടവിൽ, സിസ്റ്റർ റോസമ്മ പി എസ്, അഗസ്റ്റിൻ എടക്കര എന്നിവർ പ്രസംഗിച്ചു. ബ്രദർ ടോമി കോട്ടപ്പുറം നന്ദി പറഞ്ഞു. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഈ വർഷം 4 ഭവനങ്ങൾ ഭാഗികമായും 1 ഭവനം പൂർണ്ണമായും നിർമ്മിച്ചു നൽകി. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു. കേട്ടു. നമ്മുടെ വിൻസെന്റ് ഡിപ്പോൾ പുണ്യവാളിനെ പറ്റിയും ഫ്രെഡറിക് ഗോസാമിനെ പറ്റിയും സംസാരിക്കുകയുണ്ടായി. മിസ്റ്റർ ഫ്രെഡറിക് ഗോസാം ആണല്ലോ ഈ വിൻസെന്റ് ഡിപ്പോൾ പ്രസ്ഥാനം തുടങ്ങുന്നത്. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായ നമ്മുടെ പൗലോസേട്ടൻ വളരെ വിശദമായി പറഞ്ഞു. വിൻസെന്റ് ഡിപ്പോൾ പ്രസ്ഥാനം തുടങ്ങുന്നത് 1833 എന്ന് പറഞ്ഞാൽ ഫ്രെഡറിക് ഗോസാമിന് 20 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം 17 വർഷം അല്ലെങ്കിൽ 17 വർഷം ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ഇന്ന് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് വിൻസെന്റ് ഡിപ്പോൾ പ്രസ്ഥാനം. ഞാൻ ജീവിതത്തിൽ വായിച്ചു കഴിഞ്ഞാൽ പറയുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏതായാലും 50,000 യൂണിറ്റ് ലോകത്തിൽ പ്രവർത്തിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 50,000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പാലാവയിലുള്ള വിമൻസ് യൂണിറ്റും മെൻസ് യൂണിറ്റൊക്കെ ഉൾപ്പെടുന്ന 50,000 യൂണിറ്റ്. അത് കൂടുതലും ചിലപ്പോൾ കാണും. ബെന്നിക്ക് കൃത്യമായ കണക്ക് പറയാൻ സാധിച്ചേക്കെന്ന് ഞാൻ വിചാരിക്കുക. നമ്മുടെ രൂപതയിൽ നമുക്ക് ധാരാളം സംഘടനകളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് തിരുവാല സഖ്യമുണ്ട്, ചെറുപക്ഷ മിഷനിയുണ്ട്, കുട്ടികൾക്ക് മുതിർന്നവർക്കായിട്ട് യുവജന പ്രസ്ഥാനമുണ്ട്, നമുക്ക് മാതൃവേദി അല്ലെങ്കിൽ നമ്മുടെ മാതൃവേദിയുണ്ട്, എക്സൈസ് പ്രസ്ഥാനമുണ്ട്, വിൻസെന്റ് ഡിപ്പോൾ പ്രസ്ഥാനം, അങ്ങനെ ഒത്തിരി പ്രസ്ഥാനം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിൻസെന്റ് ഡിപ്പോൾ സംഘടന. കൈയ്യടിക്കട്ടെ. എനിക്ക് ഓർമ്മ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണം. നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിൽ നമുക്ക് അംഗമായിരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്തിട്ടപ്പോൾ 2 കൊല്ലം 2022 മെയ്യിലാണ് ഞാൻ റിട്ടയർ ചെയ്ത്. അതുവരെയുള്ള വാർഷിക കണക്കുകളും കാര്യമൊക്കെ എന്നെ കൊണ്ട് തരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ കയ്യിലേക്ക് കിട്ടിയോ ഇല്ലെന്ന് അറിഞ്ഞുകൂടെ അങ്ങനെ കൃത്യമായിട്ട് വായിച്ചില്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു പോരാറുണ്ട്. എന്നെ പലപ്പോഴും ആകർഷിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ ഫണ്ട് ശേഖരിക്കുന്നതിൽ വിൻസെന്റ് ഡിപ്പോൾക്കാർ മഹാമിടുക്കന്മാരാ. അവരെങ്ങനെയൊക്കെ ഫണ്ട് സ്വീകരിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കുട്ടികളൊക്കെ അറിയുന്നതാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല എപ്പോഴും പറയും. ഇപ്പൊ പണ്ടായാലും എനിക്ക് അറിഞ്ഞുകൂടെ. ഫ്രെഡറിക് ഗോസാമും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ചേർന്ന് അവര് നിയമ വിദ്യാർത്ഥികളായിരുന്നു. അവർക്ക് വിൻസെന്റ് ഡിപ്പോളിൽ നിന്ന് കിട്ടിയ ഒരു പ്രേരണ അനുസരിച്ച് അന്ന് അവര് കൂടി. അതിനുശേഷം 1845 ഗ്രിഗറി 16 പാപ്പയെ കാണുകയും മാർപ്പാപ്പ ആഗോള കത്തോലിക്ക കരിസ്മാറ്റിക് കത്തോലിക്ക വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി തിരുസഭയുടെ ഒരു ഭാഗമാക്കി ചേർക്കുകയും ചെയ്തു. അതിനുശേഷം ഇറ്റലി, ഇംഗ്ലണ്ട്, അയർലൻഡ്, ബെൽജിയം, സ്കോട്ട്ലൻഡ്, ജർമ്മനി, പോളണ്ട്, ഗ്രീസ്, ടർക്കി, അമേരിക്ക, മെക്സിക്കോ തുടങ്ങി ഇന്ത്യ അടക്കം 150-ലധികം രാജ്യങ്ങളിൽ ഇന്ന് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം 1973 അയർലൻഡിലെ ഡബ്ലിൻ എന്ന സ്ഥലത്ത് ഫ്രാൻസിനെ പുറത്ത് ആദ്യമായിട്ടൊരു മഹാസമ്മേളനം വിളിച്ചുകൊണ്ടുകയും അന്നാണ് വനിതകൾക്ക് വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി അംഗത്വം അംഗീകരിച്ചു കൊടുത്തത്. ദൈവാനുഗ്രഹത്താല് അന്ന് തന്നെ ആ വർഷം തന്നെ 1973 തന്നെ പാലാവിലെ വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റിക്ക് തുടക്കം കൊടുക്കാനായിട്ട് കഴിഞ്ഞു. സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ബ്രദർ സണ്ണി തറയിൽ മരിച്ചു പോയിരിക്കുകയും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗില് ഞങ്ങളുടെ അന്നത്തെ വികാരിച്ചന്റെ വലിയ താല്പര്യപൂർവ്വം അന്ന് ആരംഭിച്ച സംഘടന ഇന്ന് വളരെയേറെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്നുണ്ട്. അതിനുശേഷം വനിതകളും
വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് രംഗത്തുണ്ട്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.